യുവർ ക്രിയേഷൻസിൻ്റെ രേഖാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മുളക് ബജ്ജി ഉണ്ടാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. മുളക് ബജ്ജിക്കായിട്ട് ഇവിടെ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 ബജ്ജി മുളകാണ് എടുത്തിരിക്കുന്നത്. ഈ ബജ്ജി മുളക് ഞാൻ നെടുകെ കീറി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അരിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കണമെങ്കിൽ ഈ അരി കഴിച്ചാൽ അവർക്ക് എരിവ് കൂടുതലാവും. അതുകൊണ്ടാണ് ഇതുപോലെ അരി കളഞ്ഞു വെച്ചത്. ഇനി നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാച്ചെങ്കിൽ അത് കളയാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ 8 മുളക് ഇങ്ങനെ നടു കീറിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ബാറ്റർ തയ്യാറാക്കുന്നതിനായി 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 250 ml കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരിപ്പൊടി ഇതിൽ യൂസ് ചെയ്യാം. തരിയുള്ളതോ ഇല്ലാത്തതോ എന്തായാലും കുഴപ്പമില്ല, ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം ഇത് തീരെ കട്ട പിടിക്കാതെ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഒരുപാട് ലൂസാവാനും പാടില്ല, നല്ലതുപോലെ കട്ടിയാവാനും പാടില്ല. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലവണ്ണം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കട്ടിയിൽ വരണം കേട്ടോ. ഒരുപാട് ലൂസായി പോകരുത് ബാറ്റർ. കാരണം ആ മുളകിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കണം. അതല്ലെങ്കിൽ ലൂസായി പോയാൽ നമുക്ക് മുളക് ബജ്ജി ശരിക്കായിട്ട് കിട്ടില്ല. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം വെള്ളം ചേർക്കാൻ. ഞാൻ ഈ ബാറ്ററിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ബജ്ജി നല്ല കളർഫുൾ ആവണമെങ്കിൽ ഒരു ചെറിയൊരു കളർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളറൊന്നും വേണ്ടെങ്കിൽ സാധാരണ പോലെ മുളക് പൊടി മാത്രം ചേർത്ത് ഉണ്ടാക്കിയാൽ മതി. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിൽ നമ്മുടെ മുളക് മുക്കി പൊരിച്ചിട്ടെടുക്കാം. നമ്മൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റുള്ള മുളക് ബജ്ജി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് സോസിൻ്റെ ഒപ്പം ചമ്മന്തി, ചട്നി ഇതിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന മുളക് ബജ്ജി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.